ഹായ് ഓൾ, റെനീസ് PSC സോണിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 2024 നടന്ന ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് പോയിൻറ്റുമാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല? ആൻസർ ഓപ്ഷൻ ഡി, ബനാറസ് ഹിന്ദു സർവകലാശാല. UPSC 2024 ചോദിച്ച ചോദ്യമാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ആ സർവകലാശാലയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല. ഇനി ബനാറസ് ഹിന്ദു സർവകലാശാലയെക്കുറിച്ച് പഠിക്കാം. 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയ. ആനി ബസന്റിന്റെ സഹകരണവും അദ്ദേഹത്തിന് ലഭിച്ചു. അതായത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ആനി ബസന്റിന്റെ സഹകരണത്തോടു കൂടിയാണ് സ്ഥാപിച്ചത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയ 1916. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം. ഇതിലെന്താ പറയുന്ന പോയിന്റ്? മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിലാണ് അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന കോളേജ് സ്ഥാപിച്ചത്. നിസ്സഹകരണ സമരകാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ എന്നിവ. ഇത് പ്രസ്താവന ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പഠിച്ചാൽ നമുക്ക് 1 മാർക്ക് ഉറപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ മീറ്റർ, ഓപ്ഷൻ ബി ഡിഗ്രി, സി ഡയോപ്റ്റർ, ഡി യൂണിറ്റ് ഇല്ല. ആൻസർ എന്താണ്? യൂണിറ്റ് ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് SI യൂണിറ്റ് ഇല്ല. എക്സ്പ്ലനേഷൻ നോക്കാം. വിവിധ മാധ്യമ ജോഡികളിലൂടെ പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ പതനകോൺ കൂടുന്നതിനനുസരിച്ച് അപവർത്തന കോണും കൂടുന്നു. എന്താണ് പറഞ്ഞത്? വിവിധ മാധ്യമ ജോഡികളിലൂടെ പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ പതനകോൺ കൂടുന്നതിനനുസരിച്ച് അപവർത്തന കോണും കൂടുന്നു. പതനകോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാത വില ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. ഈ സ്ഥിരസംഖ്യയെ അപവർത്തനാങ്കം അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നു. ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കത്തെ ആപേക്ഷിക അപവർത്തനാങ്കം അഥവാ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നു. ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കത്തെ കേവല അപവർത്തനാങ്കം അഥവാ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നു. ആദ്യം എന്താ പറഞ്ഞത്? വിവിധ മാധ്യമ ജോഡികളിലൂടെ പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ പതനകോൺ കൂടുന്നതിനനുസരിച്ച് അപവർത്തന കോണും കൂടുന്നു. എന്താണ്? വിവിധ മാധ്യമ ജോഡികളിലൂടെ പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ പതനകോൺ കൂടുന്നതിനനുസരിച്ച് അപവർത്തന കോണും കൂടുന്നു. പതനകോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാത വില എന്തായിരിക്കും? ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഈ സ്ഥിരസംഖ്യയാണ് അപവർത്തനാങ്കം അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കത്തെ ആപേക്ഷിക അപവർത്തനാങ്കം അഥവാ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നു. ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കത്തെ കേവല അപവർത്തനാങ്കം അഥവാ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ് ലോമികകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിൽ അറിയപ്പെടുന്ന? ലാക്റ്റിയലുകൾ. ഏത് ക്വസ്റ്റ്യൻ ഏതാ? UPSC 2024 ഇപ്പോൾ നടന്ന UPSC 2024 ഈ വർഷം തന്നെ നടന്ന ക്വസ്റ്റ്യനാണ്. ആവർത്തിച്ച് ചോദിക്കുകയാണെങ്കിൽ 1 മാർക്ക് ഉറപ്പ്. ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ് ലോമികകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിൽ? ലാക്റ്റിയലുകൾ.
മനുഷ്യരിൽ ചെറുകുടലിൻ്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. മനുഷ്യരിൽ ചെറുകുടലിൻ്റെ നീളം 5 മുതൽ 6 വരെയാണ്. ലഘു പോഷകഘടകങ്ങളുടെ ആഗിരണം ആരംഭിക്കുന്നത് ചെറുകുടലിലാണ്. എവിടാണ് ലഘുപോഷകഘടകങ്ങളുടെ ആഗിരണം ആരംഭിക്കുന്നത്? ചെറുകുടലിൽ. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമാണ് പക്വാശയം. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നത് വില്ലസുകളാണ്. വില്ലസുകളിൽ കാണപ്പെടുന്ന 2 ഭാഗങ്ങളാണ് രക്തലോമികകൾ, ലാക്റ്റിയലുകൾ എന്നിവ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നത് ആരാണ്? വില്ലസുകൾ. വില്ലസുകളിൽ കാണപ്പെടുന്ന 2 ഭാഗങ്ങളാണ് രക്തലോമികകളും ലാക്റ്റിയലുകളും. വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫലോമികകളാണ് ലാക്റ്റിയലുകൾ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ് എന്നിവ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന വില്ലസിൻ്റെ ഭാഗമാണ് രക്തലോമികകൾ. എന്താണ് പറഞ്ഞത്? വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫലോമികകളാണ് ലാക്റ്റിയലുകൾ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ് എന്നിവ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന വില്ലസിൻ്റെ ഭാഗമാണ് രക്തലോമികകൾ. പോഷകഘടകങ്ങളുടെയും 90% ജലത്തിൻ്റെയും ആഗിരണം നടക്കുന്നത് വില്ലസുകളിലാണ്. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവയെ ആഗിരണം ചെയ്യുന്ന വില്ലസിൻ്റെ ഭാഗം ലാക്റ്റിയലുകളാണ്. എന്താണ് പറഞ്ഞത്? പോഷകഘടകങ്ങളുടെയും 90% ജലത്തിൻ്റെയും ആഗിരണം നടക്കുന്നത് വില്ലസുകളിലാണ്. ചോദിച്ചാൽ നമുക്ക് എഴുതിക്കൂടെ? പോഷകഘടകങ്ങളുടെയും 90% ജലത്തിൻ്റെ ആഗിരണം നടക്കുന്ന എവിടെയാണ്? വില്ലസുകളിലാണ്. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവയെ ആഗിരണം ചെയ്യുന്ന വില്ലസിൻ്റെ ഭാഗം ലാക്റ്റിയലുകൾ. ഓക്കെ.